ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദയ ആ സ്വർണ്ണാഭരണ പെട്ടി തുറക്കാൻ വേണ്ടി അതിന് തിടുക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം വിനയനും കേട്ടോ. ആ സമയമാണ് സാവിത്രി ഇറങ്ങി വരുന്നത്, സരോജിനി ഇറങ്ങി വരുന്നത്. അതെ, ഈ സ്വർണ്ണാഭരണ പെട്ടിയുടെ ചാവി കണ്ടോ? അയ്യോ, ഞാൻ കണ്ടില്ല. എന്നാ ഇതെവിടെ ഇരിക്കുന്നെന്നറിയോ? അത് നിങ്ങളുടെ അമ്മയുടെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ റൂമിലോ അവിടേക്ക് എവിടെയെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് സരോജിനി നിങ്ങൾക്ക് കുടിക്കാൻ എന്താ വേണ്ടത്, ഞാൻ തിരഞ്ഞെടുത്ത് തരണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്നത് അയ്യോ നിങ്ങൾ തിരയണ്ട, ഞങ്ങൾ തിരഞ്ഞോളാം, എന്തായാലും നിങ്ങൾ ചായ കാപ്പി എന്തെങ്കിലും കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുന്നു കേട്ടോ. പിന്നീട് അവർ തിരയുകയാണ്. അങ്ങനെ ലക്ഷ്മിയുടെ ആ ഫോട്ടോയുടെ അരികിൽ നിന്ന് ആ ഒരു ചാവി കിട്ടുകയാണ് കേട്ടോ. പിന്നീട് ഇവരുടെ മനോസ്ഥിതി വല്ലാത്തൊരു ഇത് തന്നെയാണ് കേട്ടോ. വിനയനും ദയയും കിടന്ന് കാട്ടുന്നത്. അങ്ങനെ ആ പെട്ടി തുറക്കുന്നു, അതിൽ നിന്ന് സ്വർണ്ണങ്ങൾ എടുക്കുന്നു. എന്തൊരു ഭംഗിയാണ്, എന്തൊരു രസമാണ്, ഇത് നമുക്കും കൂടി അവകാശപ്പെട്ടതാണ്. അപ്പൊ ഉടൻ തന്നെ ചീരു നിനക്ക് മേടിക്കാമെങ്കിൽ എനിക്കും ആവാന്നൊക്കെ ചീരും പറയാനേട്ടാ. അങ്ങനെ പിന്നീട് അത് വേണ്ട ചേച്ചി, നമ്മൾക്ക് അവകാശപ്പെട്ട ഇപ്പൊ തന്നെ അങ്ങ് എടുത്താലോ. അത് കേട്ടോടെ തന്നെ ചിരുവല്ല ദയ പറയുന്നത്. അത് കേട്ടോടെ തന്നെ ചിരി പറയണ അതൊന്നും വേണ്ട, അച്ഛനെ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അച്ഛൻ ഇവിടെ കൊടുന്നു വെച്ചിരുന്ന എന്തേലും ഒന്നുമില്ലാതെ കൊടുന്നു വെക്കില്ലല്ലോ. അതുകൊണ്ട് അച്ഛന് ഇങ്ങോട്ടൊക്കെ തന്നെയല്ലേ വരിക, നമുക്ക് അച്ഛൻ വന്നതിന് ശേഷം പോവാന്നുള്ള തീരുമാനം എടുക്കാനായിട്ട്. അപ്പൊ വിനയം പറയാൻ ശരിയാണ്, അത് ചെയ്താൽ മതി എന്ന് പറയുന്നത്. പിന്നീട് ആഭരണപ്പെട്ടി പൂട്ടിയിട്ട് ആ താക്കോല അവിടെ തന്നെ വെക്കുന്നുണ്ട്. അപ്പൊ സരോജിനി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, സ്വർണ്ണാഭരണ പെട്ടി പൂട്ടിയില്ലേ എന്ന് സരോജിനി ചോദിക്കും. തന്നെ അത്ര വലിയ ഇഷ്ടപ്പെടില്ല കേട്ടോ. അപ്പൊ ഈ സമയം ദയ പറയണേ, അച്ഛൻ ഈ ചാവി ഇത്രയും അടുത്ത് വെച്ചിട്ട് പോയിരിക്കുന്ന എന്താ? അതിനെന്താ മക്കളെ, ഇവിടെ ആരും സ്വർണ്ണങ്ങൾ എടുത്തു കൊണ്ടുപോവില്ല, നിങ്ങളുടെ അച്ഛനെ എന്നെ ഏൽപ്പിച്ചാണ് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അത് കേട്ടോടെ തന്നെ ദയ പറയണ, കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടല്ലോ എന്ന് പറയണ. അത് സരോജിനിക്ക് ഭയങ്കര സങ്കടമാവാണ്. അപ്പൊ എന്താ ദയ നീ പറഞ്ഞേ? അയ്യോ ഞാനൊന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും ചിരിവണീറ്റ് വരികയാണ്. ഞാൻ കേട്ടു നീ പറഞ്ഞത് കള്ളൻ കപ്പലിൽ തന്നെ, എന്നെ നീ കള്ളനാക്കിയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ചിരിവതിൽ ഇടപെടാണ്. അയ്യോ ഒന്നും വിചാരിച്ച് പറഞ്ഞല്ലേ, എടി ദയ നിന്നോട് ഇതിന് മറുപടി നൽകേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് തുടങ്ങാൻ ഒരുങ്ങുമ്പോഴേക്കും അവിടെ ചേരൂ എൻ്റെ സരോജിനി ആൻറ്റി, ഇവളുടെ സംസാരം അറിയാലോ, ആരോട് എന്ത് എങ്ങനെ പറയണമെന്ന് ഇവൾക്ക് അറിയില്ല, ഇവളുടെ സ്വഭാവം അതാണ്, അതുകൊണ്ട് വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുപോകണേട്ടാ. അങ്ങനെ ഇതങ്ങ് കേൾക്കുമ്പോൾ സരോജിനി നല്ല സങ്കടമാവുകയാണ്. പിന്നീട് സരോജിനി ഇങ്ങനെ ഓർക്കുന്നുണ്ട് ഇവളെ കുറിച്ച്. പിന്നീടാണെങ്കിലോ സത്യനെയാണ് കാണിക്കുന്നത്, അവർ തമ്മിലുള്ള സംഭാഷണമാണ്. അപ്പോഴാണ് സുശീല വഴി വരുന്നത്. സുശീല ഈ സംഭാഷണം കേൾക്കണം കേട്ടോ. എന്തായിരിക്കും ഇവർ പറയുന്നത്? എന്തായാലും അനന്തമാഷിനെ കുറിച്ചാണ്. എന്തായാലും എൻ്റെ മക്കളെ ഞാനറിയാതെ പല ചർച്ചകളും ഇവിടെ നടത്തുന്നുണ്ടല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം സത്യം പറയണേ, എന്നാ അനന്തമാഷിന് ആദ്യം ഈ തീരുമാനം എടുത്താൽ പോരായിരുന്നില്ലേ, എന്തിനാ പിന്നെ നമ്മളോട് ഇങ്ങനെ ഒരു ഇത് ചോദിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അച്ഛന് പിന്നെ ആയിരിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവുക. അപ്പോൾ ആദ്യത്തിൽ ഇതിനെന്തോ തടസ്സം ഉണ്ടായിരുന്നു എന്ന് ഇന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. കന്യാശ്ശേരി മനയിൽ ചെന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു, ആ സ്വർണം പണയം വെക്കാൻ പോലും പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അപ്പോൾ അതിന് തടസ്സം നീങ്ങിയത് എങ്ങനെയെന്നൊക്കെ അതൊന്നും എനിക്കറിയില്ല, എന്നോട് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിൽ സുശീല, എൻ്റെ മക്കളെ ഞാനറിയാതെ കരുക്കൾ നീക്കുന്നെങ്കിൽ എന്നാൽ ഇവരെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. എന്തായാലും അനന്തമാഷിന്റെ കുടുംബം തകർന്നു തുടങ്ങുകയാണെന്ന് സത്യം പറയാനായിട്ട്. അത് കേൾക്കുന്ന സുശീലക്ക് സന്തോഷമാവുകയാണ്. അയാളുടെ കുടുംബം തകർന്നാൽ പോരാ, അയാളുടെ മക്കളൊക്കെ ചിന്ന ഭിന്നമായി പോകണം എന്നൊക്കെ ഇങ്ങനെ സുശീല മനസ്സുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നല്ലൊരു ഉഗ്രം പണി തന്നെ മാഷിന് കൊടുക്കാനുള്ള ആ ഒരു തിടുക്കത്തിൽ സുശീല നേരെ പോകുന്നത് മഞ്ചാടിയുടെ അടുത്തോട്ടാണ് കേട്ടോ. അങ്ങനെ മഞ്ചാടിയാണെങ്കിലോ, സുശീല ആൻറ്റിയോ, മോളെ നിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണണം, നീ ഇവിടെ ഒറ്റയ്ക്കല്ല. അത് കേൾക്കുന്ന ശിവരാജന്റെ അച്ഛൻ പറയണത്, ഇവളതിന് ഒറ്റയ്ക്കൊന്നല്ലല്ലോ, ഇവൾക്ക് ഞങ്ങൾ കൂട്ടിനുണ്ടല്ലോ, പോരാ തന്നെ ഇവളുടെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ. അപ്പൊ ഇത് കേൾക്കുന്ന സുശീലക്ക് ആകെ ഒരു ജാതി ആവണം കേട്ടോ. പിന്നീട് അങ്ങോട്ടേക്ക് ശിവരാജന്റെ അച്ഛൻ വരികയാണ്. എന്നാ നിങ്ങൾ സംസാരിക്കും, ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശിവരാജന്റെ അമ്മ ചായടാന്നും പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. അപ്പൊ ഇതിനിടക്ക് സുശീല പറയുന്നുണ്ട്, നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് സുശീല വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ മഞ്ചാടിയോട് പറയണം, മോളെ നീ ഇവിടെ വന്ന് നിന്നോട് ഒരു അർജന്റ് കാര്യം പറയാനാണ് വന്നത്. അപ്പോൾ ഉടൻ തന്നെ മഞ്ചാടി ചോദിക്കുക, ജീവനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പൊ അത് കേട്ടോണ്ട് തന്നെ ജീവന് വേണ്ടിയുള്ള തിരക്കുകൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. അല്ല ആൻറ്റി, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ഉടൻ തന്നെ സുശീല പറയും, ഞാൻ നിന്നോട് വേറൊരു കാര്യം പറയാനാണ് ഇങ്ങോട്ടേക്ക് തിടുക്കപ്പെട്ട് വന്നത്. അതെ, നിന്റെ വീട്ടിലെ കന്യാശ്ശേരി മനയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന 101 പവനില്ലേ, അത് നിന്റെ അച്ഛൻ രഘുവേട്ടനും അമ്പിളിച്ചേച്ചിക്കും കൊടുക്കുകയാണ് ഇത്ര, അവരുടെ അവരുടെ ജോലി ആവശ്യത്തിന് വേണ്ടി അത് പണയം വെക്കുക എന്തൊക്കെ പറഞ്ഞു കേട്ടത് എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അത് കേട്ടോടെ തന്നെ മഞ്ചാടി, അത് നല്ല കാര്യമല്ലേ, രഘുവേട്ടൻ ഒരുപാട് കാലമായില്ലേ കഷ്ടപ്പെടുന്നത്, അപ്പൊ രഘുവേട്ടൻ നല്ല നിലയ്ക്ക് എത്തട്ടെ എന്ന് പറയട്ടോ. അത് കേട്ടോടെ തന്നെ മഞ്ചാടി, നീ എന്ത് പൊട്ടത്തരാണ് ഈ പറയുന്നത്, ജീവരാജ് നാളെ തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു വരുമാന മാർഗം, അത് നല്ലതല്ലേ. അത് കേട്ടോടെ തന്നെ മഞ്ചാടി, അയ്യോ ജീവരാജിനെ കുറിച്ച് ഓർത്തിരിക്കുന്നത് ഞങ്ങൾക്ക് ഇപ്പൊ അതൊന്നും ആവശ്യമില്ല, ഈ സമയം രഘുവേട്ടൻ രക്ഷപ്പെടുമെങ്കിൽ അതായിക്കോട്ടെ, അതല്ല
രഘുവേട്ടൻ രക്ഷപ്പെടുന്ന എന്ന് പറയാൻ നിന്റെ രഘുവേട്ടൻ എന്ത് ബിസിനസ് ചെയ്തിട്ടാ പച്ച പിടിച്ചിട്ട് അയാൾ എന്നും കരിഞ്ഞും കൊണ്ടല്ലേ എന്നും ഒരാളെ അങ്ങനെ വിലയിരുത്തിയത്. ഇതോടുകൂടി രഘുവേട്ടൻ ഒരുപക്ഷെ രക്ഷപ്പെട്ടെങ്കിലോ അപ്പൊ പണയം വെച്ച് സ്വർണം തിരിച്ചെടുക്കാലോ എന്നൊക്കെ ഇങ്ങനെ പറയണേട്ടോ. അപ്പൊ എന്ത് പറഞ്ഞിട്ട് മഞ്ചാരിയുടെ അരികത്ത് സുശീലയുടെ ഈ ഇത് പോകുന്നില്ല. അപ്പോഴാണ് ജീവരാജിന്റെ അമ്മ ചായയുമായി വരുന്നത്. അപ്പോഴേക്കും ജീവരാജിന്റെ അച്ഛനും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളെങ്കിലും ഇവൾക്ക് പറഞ്ഞു കൊടുക്ക്, ഇവിടെ മഞ്ചാടിക്ക് വേണ്ടപ്പെട്ട സ്വർണ്ണാഭരണങ്ങളാണ് വിൽക്കാൻ പോകുന്നത്. അത് കേൾക്കുന്ന ജീവരാജിന്റെ അച്ഛൻ പറയുന്നത് ഞങ്ങൾക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഞങ്ങൾക്കും ഞങ്ങളുടെ മകൾക്കും മകൻക്കും ഒക്കെ ജീവിക്കാനുള്ളത് ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതൊന്നും ആവശ്യമില്ല എന്ന് തിരിച്ചു പറയുന്നുണ്ട് കേട്ടോ സുശീലയോട്. അത് കേൾക്കുന്ന മഞ്ചാടി പറയുന്നത് ശരിയാണ്, ഞാൻ എൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കളൊന്നും വേണ്ടെന്ന് വെച്ചിട്ടാണല്ലോ ഞാൻ ജീവരാജിന്റെ കൂടെ ഇറങ്ങി പോന്നിരിക്കുന്നത്. ആ സമയം എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് അതൊക്കെ അവിടെ നിൽക്കട്ടെ, അച്ഛൻ്റെ മുന്നിൽ വെച്ചിട്ട് സുശീലാൻ്റെ ഒരു കാര്യം പറഞ്ഞല്ലോ, ഇതിൽ ഈ എൻ്റെ ജീവനെ കാണാത്തതിൽ ഇവിടെ സച്ചിക്കും അതുപോലെ ഗോകുലേട്ടനും പങ്കുണ്ട് എന്നൊക്കെ എന്ന് സുശീലാൻ്റെ പറഞ്ഞു. ഇത് കേൾക്കുന്ന സുശീല ആകെ പെട്ടിരിക്കാനായിട്ട് ഇഷ്ടം, ഇവളെന്താ ഈ ചോദിക്കുന്നത്? അത് പിന്നെ ഞാൻ അങ്ങനെയല്ല, വ്യക്തമായ എന്തെങ്കിലും തെളിവുകളില്ലാതെ അച്ഛനും തിരിച്ച് അങ്ങോട്ട് പറയില്ല. എന്തൊക്കെ ഒരു ദുരൂഹത എനിക്ക് തോന്നുന്നു. മാത്രമല്ലല്ലോ സുശീലാൻ്റെ എന്നോട് പറഞ്ഞല്ലോ ജീവരാജിന്റെ നിയോഗത്തിൽ യഥാർത്ഥ പങ്ക് ഗോകുലിനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ ആ വീട്ടിലോട്ട് വിളിച്ചു കൊണ്ടുപോവുകയും പിന്നീട് അവിടെ ഗോകുലില്ല എന്ന് പറയുകയും ആൻറ്റി എന്നെ വിളിപ്പിച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്തല്ലോ. അതൊക്കെ എന്താന്ന് ചോദിക്കുമ്പോൾ സുശീല ആകെ ഉത്തരം മുട്ടിയിട്ടോ. ഇവൾക്ക് മുന്നിൽ താൻ എന്ത് ഉത്തരം പറയുന്നറിയാതെ ആകെ ഇങ്ങനെ ഞെട്ടി നിൽക്കണേട്ടോ. അതേസമയം മഞ്ചാടിയുടെ ജീവനും മഞ്ചാടിയും ജീവരാജിന്റെ അച്ഛനും അമ്മയും ഒക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ മറച്ചു വെക്കുന്നത്? അപ്പോൾ ഉടൻ തന്നെ എന്തൊക്കെയോ ഉണ്ടെന്ന് എനിക്കും തോന്നുന്നു, അത്രയേ ഉള്ളൂ. അത് കേട്ടോടെ തന്നെ മഞ്ചാടി പറയുന്നത് അല്ല അങ്ങനെയല്ല, എന്തൊക്കെയോ ഉണ്ടെന്നല്ല, എന്തൊക്കെയോ ഉണ്ട്, ജീവനെ കുറിച്ച് എന്തൊക്കെയോ ചുറ്റിക്കളികൾ നടക്കുന്നുണ്ട്, അതിൽ ആർക്കൊക്കെ പങ്കുണ്ടെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്ന് പറയട്ടോ. പിന്നീട് ഹർഷയാണ് കാണിക്കുന്നത്. ഹർഷയ്ക്ക് നല്ല വേദന വരികയാണ്, വയറുവേദന സഹിക്കാൻ വയ്യ. അപ്പോഴേക്കും കുഞ്ഞമ്മ ചൂടുവെള്ളമായി വരുന്നുണ്ട്. അപ്പൊ രവി പറയുന്നുണ്ട്, എന്താ ഹർഷ എന്റെ രവിയുടെ എനിക്ക് വയ്യ, സുശീലാന്റിയെ വിളിക്കാന്ന് പറയുന്നുണ്ട്. അപ്പൊ സുശീലാന്റിയെ വിളിച്ചിട്ടുണ്ട്, അവരോട് അടുത്ത് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ വീണ്ടും വീണ്ടും കരയണേ, രഘുട്ടാ രവിയേട്ടാ എനിക്ക് വയ്യ, തീരെ വയ്യ. അപ്പോഴേക്കും കുഞ്ഞമ്മ ഇതെന്താ ഹർഷയ്ക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ ഇവളോട് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് അനുസരണയോടുകൂടി ഒരു ഗർഭിണിയാണെന്നുള്ള ഉത്തരവാദിത്തത്തോടു കൂടി നടക്കാൻ. അത് കേട്ടോടെ തന്നെ ഹർഷ നിങ്ങൾ ഈ സമയം എന്നെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോഴേക്കും സുശീല എന്താ ഹർഷ എന്ന് ചോദിച്ചു വരാനായിട്ട്. അപ്പൊ എന്താ ഇവൾക്ക് പറ്റിയത് ഇവൾ റെസ്റ്റ് എടുക്കുന്നില്ല, കോണി പലവട്ടം കയറി ഇറങ്ങാൻ, ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ വീണ്ടും ആവർത്തിക്കുക, നേരത്തിന് ഭക്ഷണം കഴിക്കുന്നില്ല, സദാസമയം ഫോണ്, ഇതൊക്കെ തന്നെ ഇവളുടെ പ്രശ്നം എന്നൊക്കെയാണ് പറയാനായിട്ട്. അപ്പോഴേക്കും ഹർഷ ആൻറ്റി എനിക്ക് തീരെ വയ്യ ആൻറ്റി, എന്നെ ഒന്ന് കൊണ്ടുപോകുമോ പ്ലീസ് ആൻറ്റി എന്ന് പറഞ്ഞ് കരയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ വിനയനെയും അതുപോലെ തന്നെ ദയയും അതുപോലെ ചിരുവിനെയാണ് കാണിക്കുന്നത്. അവർ തമ്മിലുള്ള സംഭാഷണമാണ്. ഇതെന്താ ഈ സ്വർണ്ണം ഇവിടെ കൊടുന്നു വെച്ചിരിക്കുന്നത്, ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെ ദുരൂഹതയുണ്ടല്ലോ, അച്ഛൻ ഇവിടെ കൊടുന്നു വെച്ചത് എന്തിനായിരിക്കും എന്നിങ്ങനെ ദയ പറയപ്പോൾ വിനയനും പറയാം ശരിയാണ് എന്തിനായിരിക്കും. അപ്പോൾ ചിരു പറയാം എന്താണെങ്കിലും അച്ഛൻ വന്നാൽ അറിയാൻ പറ്റുമല്ലോ, നമുക്ക് വന്നാൽ അറിയാം എന്തിനാണിത് ഇവിടെ കൊടുന്നു വരിക്കും. ഒരു പക്ഷേ ഈ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ രഘുവേട്ടനും കൊടുക്കാനായിരിക്കോ, അന്നശ്ശേരി മനയിൽ നിന്നും പണയം വെക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ടെന്ന് വെച്ച ആളാണ് അച്ഛൻ, പിന്നെ എന്തിനാണിത് കൊടുന്നു വെച്ചിട്ടുണ്ടാവുക എന്നൊക്കെ പറയുന്നത് കേട്ടോ. ആ സമയമാണ് ഒരു വണ്ടി വന്ന് നിൽക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ അത് അമ്പിളി രഘുവാണെന്ന് കാണാണ്. അപ്പോൾ അമ്പിളിയുടെയും രഘുവിൻ്റെയും മുഖമൊക്കെ ദേഷ്യത്തോട് കൂടിയിട്ടാണ്. എന്നാൽ അനുപമ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉടൻ തന്നെ അനുചേച്ചി ഉണ്ടല്ലോ, ഇവരെല്ലാവരും ഇവിടോട്ട് വരണമെങ്കിൽ എന്തോ കാര്യമായി ഉണ്ട് ചിരിച്ചേച്ചി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചീരുങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഉടൻ തന്നെ വിനയനിങ്ങനെ പേടിയോടുകൂടി നിൽക്കണ്ട. അങ്ങനെ ആ നിങ്ങളെപ്പോഴാണ് വന്നത്, നിങ്ങളെ അച്ഛന് വിളിച്ചോ എന്നിങ്ങനെ അനുപമ അവരോട് ചോദിക്കുമ്പോൾ അപ്പോൾ അനുചേച്ചി അച്ഛൻ വിളിച്ചിരുന്നോ, ഇവിടെ എന്താ വിശേഷം ശരിക്കും നടക്കുന്നത് എന്താന്ന് ചോദിക്കുമ്പോൾ അത് അച്ഛൻ നിങ്ങളോട് വന്നിട്ട് പറയും. അല്ല നിങ്ങളെ അച്ഛൻ വിളിച്ചിട്ടാണ് വന്നത്? അല്ല പിന്നെ ഫാദേഴ്സ് ഡേക്ക് വന്നതാണോ? അത് കേട്ട പിന്നെ അതെ ഞങ്ങൾ ഫാദേഴ്സ് ഡേക്ക് വന്നതാണ്, അച്ഛനെ ഒന്ന് കൈ കൊടുക്കണം, അച്ഛന് സ്നേഹം കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു കരുതലോട് കൂടി വന്നതാണ് എന്ന് പറയുക കേട്ടോ. പിന്നീടാണ് അമ്പിളിയും രഘുവും വരികയാണ്. അപ്പോഴേക്കും അമ്പിളിയെ കണ്ടോടെ തന്നെ അമ്പിളി ചേച്ചി എന്ന് പറഞ്ഞിട്ട് വിനയം വിളിക്കാണ്. അത് കേട്ടോടെ തന്നെ അമ്പിളി ഉടൻ തന്നെ വിനയന്റെ മുഖത്തടിച്ച് എടാ വിനയ, നിന്നെ പോലെ ഇത്രയും തൊലിക്കട്ടിയുള്ളവൻ വേറെ എവിടെയും ഉണ്ടാവില്ല. ഇന്നലെ നീ പറഞ്ഞ വാക്കുകൾക്കനുസരിച്ച് ഇന്ന് ഈ വീട്ടിൽ കയറി വരാനുള്ള നിന്റെ ആ മനോഭാവം ഉണ്ടല്ലോ, അത് പറയാതിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് രഘുവും അമ്പിളി അകത്തോട്ട് കയറി പോകുമ്പോൾ വിനയൻ രഘുവിന്റെ പിറകെ ചെല്ലുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്.